യെസ്, പ്രിന്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ പ്രിന്റ് കൾച്ചർ എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മുടെ മെയിൻ ആയിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, വാട്ട് കോസ് എ ഷിഫ്റ്റ് ടു ദ മെക്കാനിക്കൽ പ്രിന്റിംഗ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ, ഇതാണ് സംഭവം. എന്ത്, ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ദ പ്രിന്റഡ് മെറ്റീരിയൽ. നമ്മുടെ ഡിമാൻഡ് അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽസിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തതിനനുസരിച്ചാണ് ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ പ്രിന്റിംഗിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമ്മളവിടെ വന്നിട്ടുള്ളത്. സോ പ്രിന്റ് റെവല്യൂഷൻ ഇതാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താ, ഷിഫ്റ്റ് ഫ്രം ഹാൻഡ് പ്രിന്റിംഗ് ടു ദ മെക്കാനിക്കൽ പ്രിന്റിംഗ് ഈസ് നോൺ ആസ് പ്രിന്റ് റെവല്യൂഷൻ. സോ നമ്മുടെ ഹാൻഡ് പ്രിന്റിംഗിൽ നിന്നും മെക്കാനിക്കൽ പ്രിന്റിംഗിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ദാറ്റ് ഹാസ് ബീൻ ടേംഡ് ആസ് ദി പ്രിന്റ് റെവല്യൂഷൻ. സോ അതിന്റെ രണ്ട് ഇമ്പാക്റ്റഡ് ആണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ട്രാൻസ്ഫോം ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ, ചേഞ്ചിങ് ദെയർ റിലേഷൻഷിപ്പ് ടു ഇൻഫർമേഷൻ ആൻഡ് നോളജ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതോറിറ്റീസ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതാണ്, ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് പോപ്പുലർ പെർസെപ്ഷൻസ് ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്. അതായത് പുതിയ രീതിയിലൂടെ നമ്മുടെ പ്രിന്റ് കൾച്ചർ വന്നപ്പോഴത്തേക്കും, പ്രിന്റ് എന്നുള്ള കോൺസെപ്റ്റ് വന്നപ്പോൾ പുതിയ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോ ഫീൽഡിനെയും ഓരോ ഏരിയാസിനെയും നമ്മൾ നോക്കി കാണാനായിട്ട് തുടങ്ങി. ഇത്രയും കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ.